CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. ആ സമരം ഏറ്റവും ശക്തമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അന്ന് ഇടതുപക്ഷ നേതൃത്വമാണ് KPCCക്ക് ഉണ്ടായിരുന്നത്. ആ നേതൃത്വം തീരുമാനിക്കുന്നത്. അതോടൊപ്പം കർഷക പ്രസ്ഥാനവും വിലക്കയറ്റത്തിനെതിരെയുള്ള സമരം അതേ ദിവസം തന്നെ പ്രഖ്യാപിച്ചതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോരാട്ടമായിട്ട് 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി മാറുകയായിരുന്നു. മലബാറിലെ ഏതാണ്ട് 40ഓളം കേന്ദ്രങ്ങളിലാണ് അന്ന് സമരം നടന്നിട്ടുള്ളത്. അതിലേറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഇടങ്ങൾ നമുക്കൊക്കെ അറിയാം. തലശ്ശേരിയിലെ ജവഹർഘട്ടിൽ, അവിടെയാണ് ഏതാണ്ട് 2000-ലേറെ സമരഭടന്മാർ തടിച്ചുകൂടിയ ജവഹർഘട്ടിൽ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റും ഭരണാധികാരികളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും ആൾക്കൂട്ടം പിരിഞ്ഞു പോകണം എന്നാവശ്യപ്പെടുകയും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ലാത്തി ചാർജ് ആരംഭിച്ചതിന് ശേഷവും പിരിഞ്ഞു പോകാൻ അവിടെ തടിച്ചുകൂടിയ സമരഭടന്മാർ തയ്യാറാകാതിരിക്കുകയും ചെയ്തപ്പോഴാണ് വെടിവെപ്പ് ആരംഭിക്കുന്നത്. 17 റൗണ്ടാണ് തലശ്ശേരിയിൽ അന്ന് ബ്രിട്ടീഷ് അധീനതയിലുള്ള ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള പോലീസ് വെടിവെപ്പ് നടത്തിയത്. ആ വെടിവെപ്പിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ വളരെ യാദൃച്ഛികമായിട്ടെന്ന വണ്ണം അവര് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തെ കൂടി പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഏരിയ കമ്മിറ്റി അംഗം അനിൽകുമാർ ആലത്തുപറമ്പ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MC രാഘവൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC ഹരിദാസൻ, P. മാധവൻ, PK സുലേഖ, മുൻ ഏരിയ സെക്രട്ടറി M. വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു.